20 വരെ അല്ലേ സാറേ ബ്രദറെ? 23 23 ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് വരെ. ഓക്കെ. പിതാവിനെ പ്രസാദം തോന്നി, മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിപ്പിച്ചു. ആകാശത്തിന് കീഴിലെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിപ്പിച്ചു. പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്നു. സുവിശേഷത്തിന്റെ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ തന്നെ അവന്റെ മുമ്പിൽ നിൽക്കും. തിരുവചനം വായിച്ച ജോയ് ബ്രദറിനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സെബാസ്റ്റ്യൻ ബ്രദറിന് ഏതെങ്കിലും ബൈബിൾ വാക്യങ്ങൾ പുതുതായിട്ട് കാണാപ്പാഠം പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ, തിരുനാമത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാസത്യത്തിനും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, പാതകൾ തകരും കോട്ടകൾ ഒഴിയും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയിങ്കൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ, ചലിക്കുന്ന എല്ലാ ജീവികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ, ചൈതന്യം നൽകേണം നവജീവൻ നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ.
ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽക. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, പിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലുമല്ല, ശക്തിയാൽ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽക. മുട്ടോളം അല്ല, കരയോളമല്ല, വലിയൊരു ജീവനദിയൊഴുകാൻ. മുട്ടോളമല്ല, കരയോളം വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കുനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കുനാഥ. പെന്തക്കോസ്തു പൊന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽക. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ആഹാഹാ ലേലുയാ, 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 ലേലുയാ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗനാം. ദൈവപിതാവേ എന്നുടെ താതൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുന്നിൽ ഇന്നേരം എന്നുമെന്നും നീ
ആരാധ്യനാം നന്ദിയാൽ വണങ്ങും തിരുമുന്നിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ, ദൈവത്തിൻ കുഞ്ഞാടേ നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ജോയ് ബ്രദർ കൊളോസർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യർ 1:20 മുതൽ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പാപ്പാനും പിതാവിനെ പ്രസാദം തോന്നി. മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും മായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിപ്പിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിത്യമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്ന സ്വർഗീയ താതന് സ്തോത്രം. സ്വന്തം രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്ത പുത്രനായ യേശു ക്രിസ്തുവിന് നന്ദിയോടെ സ്തോത്രം. ഓരോ ദിവസവും ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രം. നാം ധ്യാനിക്കുന്നത് കൊളോസർക്ക് എഴുതിയ ലേഖനമാണ്, 1-ാം അധ്യായം 20 തൊട്ട് 21 വരെ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വമാണ് പ്രധാനമായും വർണ്ണിച്ചിരിക്കുന്നത്. സകല പ്രപഞ്ചവും യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം സൃഷ്ടിച്ചു. യേശുക്രിസ്തുവിന് വേണ്ടിയാണ് സമസ്ത പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടത്. ക്രിസ്തു അത്യുന്നതനാണ്. ഈ ക്രിസ്തു ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെയാണ് താഴെ വിവരിക്കുന്നത്. പാപനിമിത്തം മനുഷ്യവർഗം പിതാവായ ദൈവത്തോട് അകന്നുപോയി. പിതാവായ ദൈവത്തിൽ നിന്ന് പാപനിമിത്തം അകന്നുപോയ മനുഷ്യവർഗത്തെ പിതാവിനോട് അനുരഞ്ജിപ്പിക്കുവാൻ ഏതെങ്കിലും മാലാഖയ്ക്കോ ഏതെങ്കിലും വിശുദ്ധർക്കോ മറിയത്തിനോ ആർക്കും സാധ്യമല്ല. മനുഷ്യൻ കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾക്കോ ആചാരങ്ങൾക്കോ തീർത്ഥാടനങ്ങൾക്കോ കൂദാശകൾക്കോ മറ്റു ഏതെങ്കിലും ചടങ്ങുകൾക്കോ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ സർവശക്തനായ പിതാവായ ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാൻ, രമ്യതപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിന് മാത്രമാണ് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി നിൽക്കുവാൻ യോഗ്യതയുള്ളത്. അതുകൊണ്ടാണ് 1 തിമോത്തി 2-ന്റെ 5-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നത്:
ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, എല്ലാവർക്കും വേണ്ടി വിമോചന മൂല്യമായി തന്നെ തന്നെ അർപ്പിച്ച മനുഷ്യനായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് മാത്രമേ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ പിതാവായ ദൈവത്തോട് നിരപ്പിക്കുവാൻ, രമ്യതപ്പെടുത്തുവാൻ സാധിക്കൂ. എന്നാൽ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് നമ്മെ രമ്യതപ്പെടുത്തുവാൻ ഒരു വലിയ വില നൽകി, സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. നാം പാപം ചെയ്തതുകൊണ്ട് പാപത്തിൻ്റെ ശിക്ഷാവിധിക്ക് നമ്മൾ 100% യോഗ്യരാണ്. എന്നാൽ നാം ചെയ്ത പാപത്തിന് നാം ശിക്ഷയേൽക്കാതെ നമുക്ക് പകരമായി യേശുക്രിസ്തു ക്രൂശിൽ ദണ്ഡനമേറ്റു. നാം ആത്മീയമായി പാപനിമിത്തം മരിക്കേണ്ടതായിരുന്നു. ഒരിക്കലും നിത്യജീവൻ നമുക്ക് നേടുവാനുള്ള യോഗ്യതയില്ല, കാരണം നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്. പക്ഷേ യേശു തൻ്റെ സ്വന്തം ജീവൻ അർപ്പിച്ച് കുരിശിൽ തൻ്റെ ജീവൻ ബലിയാക്കിക്കൊണ്ട് നമുക്ക് നിത്യജീവൻ തന്നു. ക്രിസ്തു പറഞ്ഞിരുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അങ്ങനെ നിത്യനാശത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മെ അത്രമാത്രം സ്നേഹിച്ച് ജീവൻ ബലിയർപ്പിച്ചു. അവിടുത്തെ ആ പരിശുദ്ധ രക്തത്തിൽ നിന്ന് ചൊരിഞ്ഞ ആ രക്തമാണ്, പ്രഷ്യസ് ബ്ലഡാണ്, നമ്മുടെ സമസ്ത പാപങ്ങളും കഴുകി നമ്മെ നീതീകരിച്ച് ശുദ്ധീകരിച്ച് പിതാവായ ദൈവത്തോട് ബന്ധപ്പെടുവാൻ തക്കവിധം നമ്മെ യോഗ്യരാക്കിയത്. നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും പിതാവിനോട് ബന്ധപ്പെടുവാൻ, ആ സ്വർഗീയ പിതാവിൻ്റെ മക്കളാകുവാൻ നമുക്ക് സ്വയമായി യോഗ്യത പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ ക്രിസ്തു നമ്മെ യോഗ്യരാക്കി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും, വായിക്കുന്നത് കൊളോസ്യർ 1:20 തൊട്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ ക്രൂശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. എന്താണ് ഈ സമാധാനം? പാപം നിമിത്തം മനുഷ്യവർഗം ദൈവത്തോട് ശത്രുതയിലായിരുന്നു. ഇപ്പോൾ ഇതാ ക്രിസ്തു വഴി ശത്രുക്കൾ മിത്രങ്ങളായി എന്ന് മാത്രമല്ല, പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാകുകയും ചെയ്തു. ഇതാണ് ക്രിസ്തു നമ്മെ അനുരഞ്ജിപ്പിച്ചപ്പോൾ, പിതാവായ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചപ്പോൾ സംഭവിച്ചത്. ഇനി നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരോ ഇപ്പോഴെപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പാപികളാണ് എന്ന് ഏറ്റുപറഞ്ഞ് നരകത്തിലേക്ക് പോകാനുള്ളവരോ ഒന്നുമല്ല. ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. റോമാലേഖനം 8:1 നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ക്രിസ്തു നമ്മെ പിതാവായ ദൈവത്തോട് അനുരഞ്ജിതരാക്കി. അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ ക്രൂശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ ഇതായിരുന്നു. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. അങ്ങനെയുള്ള നമ്മെ ദൈവമക്കളാക്കി, രാജകീയ പുരോഹിതരാക്കി, വിശുദ്ധ വംശമാക്കി, സ്വന്തം ജനമാക്കി, സ്വർഗീയ പൗരത്വവും തന്നു. ഇത് നാം സ്വയം നേടിയതല്ല. ക്രിസ്തു നമ്മെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തി. ഇനി യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല. ക്രിസ്തു വഴി പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുമ്പോൾ അവിടെ ജാതി വ്യവസ്ഥയില്ല. ധൂർത്തപുത്രൻ ധാരാളം പാപം ചെയ്തു, അനുതപിച്ചു, അവൻ മടങ്ങി വന്നു. ഈ ധൂർത്തപുത്രൻ വിജാതീയനാണെന്നോ യഹൂദനാണെന്നോ അവിടെ എഴുതിയിട്ടില്ല. അവൻ്റെ ജാതിയൊന്നും അവിടെ പരാമർശിക്കുന്നില്ല. കാരണം
ഏത് ജാതിയാകട്ടെ മതമാകട്ടെ പാപം ചെയ്തവൻ പാപിയാണ്. ഇവിടെ ധൂർത്തപുത്രൻ അനുതപിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ അവനെ പിതാവ് സ്വീകരിച്ചു. അവൻ്റെ മതം ചോദിക്കുന്നില്ല, നീ യഹൂദനാണോ വിജാതീയനാണോ ഒന്നും ചോദിക്കുന്നില്ല. സ്വന്തം മകനായി തന്നെ അവനെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് രമ്യതപ്പെട്ട നമുക്ക് ഇനി ജാതി വ്യവസ്ഥയില്ല. സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 20 തൊട്ട് യേശുക്രിസ്തു എങ്ങനെയാണ് പാപികളായ മനുഷ്യവർഗത്തെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തുന്നത് അക്കാര്യമാണ് വിവരിക്കുന്നത്. പൗലോസിൻ്റെ മറ്റു ലേഖനങ്ങളിലും ഇക്കാര്യം വിവരിച്ചിട്ടുണ്ട്. 2 തിമോത്തി 2:16 തൊട്ട് ലൗകികമായ എഫേസ്യർ 2:14 ബ്രദർ. ഒരു മിനിറ്റ്. എഫേസ്യർ 2:16 തൊട്ട് ഓക്കെ വായിച്ചു. കുപ്പിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ അവൻ വന്നു. ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 15 തൊട്ട് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും, അതായത് യഹൂദന്മാരും വിജാതികളും, ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും. വിജാതികളാണ് ദൂരത്തായിരുന്നവർ, നമ്മളതിൽ ഉൾപ്പെടുന്നവരാണ്, ഇപ്പോൾ ദൈവമക്കളാണ്. അവൻ വന്ന്, അതായത് യേശു വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും, സമീപത്തുള്ളവർക്ക്, അത് യഹൂദന്മാരാണ്, സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. സ്വർഗീയ പിതാവിൻ്റെ ആ വിശാലമായ ഭവനത്തിലെ മക്കളായി തീർന്നു. ഇതാണ് നമ്മെ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തിയപ്പോൾ സംഭവിച്ചത്. കൊളോസ്യ ലേഖനം 1:20 തൊട്ട് വീണ്ടും വായിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ ക്രൂശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ക്രിസ്തു സ്ഥാപിച്ച ഈ അനുരഞ്ജനം, അത് വാസ്തവത്തിൽ ആർക്കാണ് അനുഭവിക്കാൻ കഴിയുന്നത്? ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് മാത്രമാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. എന്നാൽ യൂണിവേഴ്സലിസം എന്ന ഒരു വചനവിരുദ്ധ സിദ്ധാന്തമുണ്ട്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, എല്ലാം തന്നിലൂടെ പിതാവിനോട് നിരപ്പിച്ചു, അനുരഞ്ജിപ്പിച്ചു, അതുകൊണ്ട് എല്ലാവർക്കും രക്ഷ ഉണ്ട്. ക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിലും യേശു ക്രിസ്തു എല്ലാവരെയും തന്നിലൂടെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തി. അതുകൊണ്ട് വ്യക്തിപരമായി ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയോ വചനപ്രകാരം ജീവിക്കുകയോ വേണ്ട. എല്ലാവർക്കും രക്ഷയുണ്ട്.
നിരീശ്വരനായാലും വിശ്വാസിയായാലും എല്ലാവർക്കും രക്ഷ. കാരണം എല്ലാവർക്കും രക്ഷ കൊടുക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഇത് വചനവിരുദ്ധമായ ഉപദേശമാണ്. കാരണം യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഞാൻ മുഖാന്തരമല്ലാതെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആരും പ്രവേശിക്കുന്നില്ല. ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കണം. അവിടുത്തെ ക്രൂശ് മരണം എൻ്റെ പാപങ്ങളുടെ മോചനത്തിനാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം വഴി പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും രക്ഷ എന്നുള്ള സിദ്ധാന്തം വചനവിരുദ്ധമാണ്. ഇതേ കൊളോസ്യ ലേഖനം 1:14 നമ്മോട് പറയുന്നത്, അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. എനിക്ക് രക്ഷ വേണം, സാൽവേഷൻ വേണം, അത് ആവശ്യപ്പെടുന്ന വ്യക്തിയായിരിക്കണം. പാപമോചനവും എനിക്ക് വേണം. യേശുവിൻ്റെ അടുത്ത് വന്ന് പാപമോചനം ആവശ്യപ്പെടണമെങ്കിൽ ഞാൻ പാപിയാണ് എന്ന് സമ്മതിക്കണം. രക്ഷ എനിക്ക് ആവശ്യമാണ്, പാപമോചനം എനിക്ക് ആവശ്യമാണ്. അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ അനുരഞ്ജനത്തിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത്. അല്ലാതെ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരും അനുദപിക്കാത്തവരും ക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ല, ഉയർത്തിട്ടില്ല, ഇങ്ങനെയൊക്കെ വാദിക്കുന്നവരും, അങ്ങനെയുള്ളവർക്ക് ഒന്നും സർവശക്തനായ പിതാവിനോട് രമ്യതപ്പെടുവാൻ സാധിക്കുകയില്ല. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു വഴിയാണ് പിതാവിനോട് രമ്യതപ്പെടുവാൻ സാധിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിനെ ഒഴിവാക്കി സർവശക്തനായ പിതാവിനോട് രമ്യതപ്പെടുവാൻ ആരെങ്കിലും, ഏതെങ്കിലും സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ ഉദ്ദേശിച്ചാൽ അതൊരിക്കലും നടക്കുകയില്ല. കാരണം ദൈവത്തോട് രമ്യതപ്പെടുവാൻ ദൈവം തന്നെ ഏകരക്ഷാമാർഗം ക്രിസ്തു വഴി ഒരുക്കിയിട്ടുണ്ട്. ആ രക്ഷകനെയും രക്ഷാമാർഗത്തെയും ഒഴിവാക്കി മനുഷ്യൻ ദൈവത്തോട് രമ്യതപ്പെടുവാൻ അവൻ്റെ ബുദ്ധിയിൽ എന്തെല്ലാം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കാര്യങ്ങൾ കണ്ടുപിടിച്ചാലും അതൊന്നും തന്നെ പിതാവായ ദൈവം അംഗീകരിക്കുന്നില്ല. മനുഷ്യന് ദൈവത്തോട് രമ്യതപ്പെടുവാൻ ദൈവം തന്നെ ഒരുക്കിയ രക്ഷാമാർഗം ഒരുക്കണം. അതായത് മനുഷ്യന് സ്വയമായി അവൻ കണ്ടുപിടിക്കുന്ന അനുഷ്ഠാനങ്ങളാലോ ഏതെങ്കിലും ഭക്തിമാർഗത്താലോ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ ഒരു കാലത്തും സാധിക്കുകയില്ല എന്നർത്ഥം. മത്തായിയുടെ സുവിശേഷം 25:41 വായിക്കുന്നു. മത്തായി 25:41. അനന്തരം അവൻ തൻ്റെ ഇടത്തുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അതുകൊണ്ട് സാർവത്രിക രക്ഷ, യൂണിവേഴ്സലിസം, അങ്ങനെ ഒരാശയം ബൈബിളിൽ ഇല്ല. ക്രിസ്തുവിനെ അനുസരിക്കാത്തവർക്ക് നിത്യശിക്ഷാവിധിയാണ് ഉള്ളത്. മത്തായി 25:46. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. ഈ വെളിപ്പാട് 20:11-15 വരെ ബ്രദർ വായിക്കാം. വെളിപ്പാട് 20:11. വെളിപ്പാട് 20:11 മുതൽ 15 വരെ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തിക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും താങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവന്റെ പ്രവർത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് 20:11 ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു.
അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, ത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. ങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മരിച്ചവരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നിതടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെട്ടു. അതുകൊണ്ട് സാർവത്രിക രക്ഷ ഇല്ല. എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ മതി, സ്വർഗത്തിലെത്തിക്കോളും. നോ, ഓരോരുത്തർക്ക് അവരുടെ പ്രവൃത്തികൾക്കനുസൃതം ന്യായവിധിയുണ്ട്. ഇനി ക്രിസ്തു തന്നെ പറഞ്ഞു, മത്തായി 7:13 തൊട്ട്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലൂടെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കുന്നവർക്ക് മാത്രമാണ് പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. റോമ 8:1. അതിൻ്റെ അർത്ഥം ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ മനസ്സില്ലാത്തവർക്ക് ശിക്ഷാവിധിയുണ്ട് എന്നാണ്. നമ്മൾ ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനം 1:20 വീണ്ടും വായിക്കുന്നു. കൊളോസ്യർ 1:20. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ ക്രൂശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഹാവിങ് മെയ്ഡ് പീസ് ത്രൂ ദ ബ്ലഡ് ഓഫ് ഹിസ് ക്രോസ്, ത്രൂ ഹിം, വെദർ ദ തിങ്സ് ഓൺ എർത്ത് ഓർ തിങ്സ് ഇൻ ഹെവൻ. എല്ലാം തന്നിലൂടെ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിച്ചു. അവൻ ക്രൂശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഇനി ജോയ് ബ്രദർ എഫേസ്യ ലേഖനം 2:13 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. എഫെസ്യർ 2:13 മുതൽ 15 വരെ. മുൻപേ ദൂരസ്ഥനായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞതും സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ. എങ്ങനെയാണ് യേശു നമ്മെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തിയത്? എഫേസ്യ ലേഖനത്തിലും അക്കാര്യം പറയുന്നുണ്ട്. എഫേസ്യർ 2:13 തൊട്ട്, എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എല്ലാം പൂർത്തിയായി. മനുഷ്യവർഗത്തിന് പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ വേണ്ട ആ രക്ഷാകര പദ്ധതി ക്രിസ്തു പൂർത്തീകരിച്ചു. സമസ്തവും പൂർത്തീകരിച്ചു. ക്രിസ്തു പൂർത്തീകരിച്ച ആ രക്ഷാകര ദൗത്യത്തോടുകൂടെ മനുഷ്യൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പാടില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 8 ലൂക്കോസിൻ്റെ സുവിശേഷം 2:8 തൊട്ട്, ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു, ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു,
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മാലാഖമാർ ഉദ്ഘോഷിക്കുകയാണ്, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുവരെയും പാപം ചെയ്ത് പിതാവായ ദൈവത്തിൽ നിന്ന് അകന്ന് മനസ്സിൽ ശത്രുത പുലർത്തി ജീവിച്ചിരുന്ന മനുഷ്യവർഗം, അവർക്ക് ഇനിയും ആ അവസ്ഥ തുടരേണ്ട കാര്യമില്ല. യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തോട് രമ്യതപ്പെടാം. ഇതാണ് മഹാസന്തോഷം. ദൈവത്തിൻ്റെ ശത്രുവായി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാനും ആ പിതാവിൻ്റെ സ്വന്തം മകനാകുവാനും സാധിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ സ്വന്തം മകനായാൽ ആ പിതാവിൻ്റെ അവകാശിയായി അവൻ മാറുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം നമ്മോട് പറയുന്നത്, നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളാണ്, ഹെയേഴ്സ് ഓഫ് ഗോഡ്. റോമാലേഖനം 3-ാം അധ്യായം 23 തൊട്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അങ്ങനെ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തി. എന്നാൽ ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ ആനുകൂല്യം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ക്രൂശിൽ എന്നേക്കുമായി ഒരിക്കലായി തൻ്റെ ശരീരം യാഗമാക്കി. ആ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവരെയും കർത്താവ് എന്നേക്കുമായി വിശുദ്ധീകരിക്കുന്നു, സമ്പൂർണരാക്കുന്നു. എബ്രായർ 10:10, ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പിതാവായ ദൈവം നമ്മളെ അംഗീകരിക്കുവാൻ, പിതാവിൻ്റെ സ്വന്തം മക്കളാകുവാനുള്ള കാരണം ഇതാണ്. അശുദ്ധരായവരെ പിതാവ് അംഗീകരിക്കുകയില്ല. തൻ്റെ പുത്രൻ വഴി സമ്പൂർണ്ണ വിശുദ്ധീകരണം കിട്ടിയവരെയാണ് പിതാവ് തൻ്റെ അടുക്കലേക്ക് വരുവാൻ അനുവദിച്ച് അവരെ തൻ്റെ സ്വന്തം മക്കളാക്കുന്നത്. ക്രൂശിൽ ക്രിസ്തു മരിച്ചില്ലായിരുന്നുവെങ്കിൽ, സ്വന്തം രക്തം ചിന്തിയില്ലായിരുന്നുവെങ്കിൽ നമുക്കാർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാനോ ദൈവത്തോട് രമ്യതപ്പെടുവാനോ സാധിക്കുമായിരുന്നില്ല. എബ്രായർ 10:10, ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 3:16 നമുക്കറിയാവുന്ന വാക്യമാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇനി കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 13 തൊട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ പാപങ്ങൾ നിമിത്തം മരിച്ചവരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ, യേശുവിനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ ക്രൂശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയ താം. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയ താം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ടു. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ടു. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമാം ഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമാം ഗീതങ്ങളാലേ അവനെ നാം
പുകഴ്ത്തിയിടാം. കൊളോസ്യ ലേഖനം 1-ാം അധ്യായമാണ് നാം ധ്യാനിക്കുന്നത്. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 20-ഉം 21-ഉം സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. 21-ാം വാക്യം, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. 21-ാം വാക്യത്തിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. കൊളോസ്യർ 1:21. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. ഇംഗ്ലീഷിൽ 21-ാം വാക്യം, ആൻഡ് ഓൾദോ യു വേർ ഫോമർലി alienated and hostile in mind, engaged in evil deeds. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരും ആയിരുന്നു. നല്ല കുടുംബത്തിൽ പിറന്നാലും ഭക്തിയുള്ള മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടവരായാലും യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തോട് രമ്യതപ്പെടാതെയാണ് ജീവിക്കുന്നതെങ്കിൽ എത്ര വലിയ കുടുംബ പാരമ്പര്യം പറഞ്ഞാലും ആ വ്യക്തി ദൈവത്തിൻ്റെ ശത്രു തന്നെ ആണ്. ഇന്ന് ഒരു പ്രത്യേക സഭയിൽ ചിലരെ വിശുദ്ധരാക്കാറുണ്ട്. നല്ല കുടുംബത്തിൽ പിറന്ന് നല്ല മാതാപിതാക്കളുടെ ശിക്ഷണം കിട്ടി ഭക്തിയുള്ള ജീവിതം, ആ സഭ നിർദ്ദേശിക്കുന്ന ഭക്തിമാർഗം പിന്തുടരുകയും ചെയ്ത് ധാരാളം സാമൂഹ്യക്ഷേമ പ്രവൃത്തികളൊക്കെ ചെയ്താൽ അത്തരം വ്യക്തികളെ ചിലപ്പോൾ വിശുദ്ധരാക്കുന്ന ഒരു പതിവ് ഉണ്ട്. അവിടെ യേശുക്രിസ്തുവിന് യാതൊരു റോളുമില്ല. പിന്നെയോ ആ വ്യക്തിയുടെ കുടുംബ പാരമ്പര്യം, ആ വ്യക്തിയുടെ വിശുദ്ധി, ആ വ്യക്തിയുടെ സഹനം, ചിലപ്പോൾ ആ വ്യക്തിക്ക് രോഗം വന്ന് വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ആ വ്യക്തിയുടെ ക്ഷമ, ആ വ്യക്തിയുടെ സാമൂഹ്യക്ഷേമ പ്രവൃത്തികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ തന്നെ സൽപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുന്നത്. ഒരു സഭയിലെ പതിവ് അതാണ്. പക്ഷെ ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? ഒരിക്കൽ നിങ്ങൾ. ഈ പൗലോസും അതിൽപ്പെട്ടു. പൗലോസ് പണ്ട് യഹൂദ മതത്തിൽ വളരെ എരിവുള്ളവനായിരുന്നു. പരീശന്റെ മകനായിരുന്നു. മതപരമായി ഒരുപാട് കാര്യങ്ങൾ തനിക്ക് അഭിമാനിക്കാൻ ഉണ്ടായിരുന്നു. അത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് തൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ടോ മതപാരമ്പര്യം കൊണ്ടോ താൻ അന്ന് പിന്തുടർന്ന ഭക്തിമാർഗം കൊണ്ടോ ഒരിക്കലും പിതാവായ ദൈവത്തോട് രമ്യതപ്പെടാൻ പറ്റില്ല എന്നുള്ള കാര്യം. യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിലൂടെ മാത്രമാണ് പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ സാധിക്കുക. ഇവിടെ നാം വായിച്ചത് 21-ാം വാക്യത്തിൽ, ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. ഇതെല്ലാവർക്കും ബാധകമാണ്. രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജനിക്കാത്ത എല്ലാവർക്കും ഒരുപോലെ ബാധകമായ കാര്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം, അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. അങ്ങനെയുള്ള എഫേസിലെ കുറച്ച് പേരാണ് യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തോട് രമ്യതപ്പെട്ടത്. അല്ലാതെ എൻ്റെ കുറേ സൽപ്രവൃത്തികൾ കൊണ്ട് എനിക്ക് വിശുദ്ധനായി ദൈവത്തിൻ്റെ മകനാകണം എന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് ഇവിടെ രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജനിക്കാത്ത സകല മനുഷ്യർക്കും ബാധകമായ കാര്യം. പണ്ട് നമ്മൾ രക്ഷിക്കപ്പെടാത്ത ആ കാലയളവിൽ നമ്മളും ഈ വായിക്കാൻ പോകുന്ന
ഇതേ അവസ്ഥ തന്നെയായിരുന്നു. എഫേസോസ് 2:1 തൊട്ട്, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു താഴെ പറയുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. ആത്മീയമായി നമ്മൾ മരിച്ചവരായിരുന്നു. മരിച്ച ഡെഡ് ബോഡിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. പക്ഷേ യേശു നമ്മളെ ജീവിപ്പിച്ചു. ഇവിടെ നമ്മൾ വായിച്ചത് കൊളോസ്യർ 1:21. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവർത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. തീത്തോസ് 3:3 തൊട്ട്, എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഒരു കാലത്ത് നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു? എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും അങ്ങനെയുള്ളവരായിരുന്നു. അതായത് തികച്ചും നരകത്തിന് യോഗ്യരായിരുന്നു നമ്മൾ. അങ്ങനെയുള്ള നമ്മെ യേശു ക്രിസ്തു 100% വെണ്മയുള്ളതാക്കി നമ്മെ നീതീകരിച്ചു. അതിനുവേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ സ്വന്തം രക്തം ചിന്തിയത്. ആ രക്തം വഴിയാണ് നമുക്ക് പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ കഴിഞ്ഞത്. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ക്രൂശിൽ തൻ്റെ വിശുദ്ധ രക്തം ചിന്തിയില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാനോ ആ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാകാനോ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമോ ഇതൊന്നും നമുക്ക് ലഭിക്കുകയില്ലായിരുന്നു. എഫേസ്യ ലേഖനം 4:17 തൊട്ട്, കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. നമ്മളും ഇതുപോലെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള നമ്മെയാണ് ക്രിസ്തു തെരഞ്ഞെടുത്തത്. ജോയ് ബ്രദർ റോമാലേഖനം 5:9 തൊട്ട് 10 വരെ വായിക്കാം. റോമാലേഖനം 5:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. വീണ്ടും എന്നിട്ട് ഈ രമ്യതയുടെ വചന സന്ദേശം നമുക്ക് വീണ്ടും തുടരാം. എല്ലാവർക്കും ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ. സ്നേഹവാനായ കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനമേ യഹോവയെ വാഴ്ത്തുക. യേശുവേ, അങ്ങയുടെ രക്തം കൊണ്ട്
ഞങ്ങളെ വീണ്ടെടുത്തു. പിതാവായ ദൈവത്തോട് ഞങ്ങളെ രമ്യതപ്പെടുത്തി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ പോലും ഞങ്ങൾക്ക് ഒരു നാളും സാധിക്കുമായിരുന്നില്ല. കർത്താവേ, അങ്ങ് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന ഞങ്ങളെ യേശുവെ അങ്ങ് ജീവിപ്പിച്ചു. വിദൂരസ്ഥരായിരുന്ന ഞങ്ങളെ സമീപസ്ഥരാക്കി ശിക്ഷാവിധിക്ക് യോഗ്യരായിരുന്ന ഞങ്ങളെ നിത്യജീവൻ തന്ന അങ്ങ് അനുഗ്രഹിച്ചു തീർത്തു. എല്ലാത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു നാഥാ. സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവിനെല്ലാം നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗീയ പിതാവിനെ അബ്ബാപിതാവേ എന്ന് വിളിക്കുവാൻ ഞങ്ങൾക്ക് മഹാഭാഗ്യം തന്നു. ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുവാൻ യോഗ്യതയില്ലായിരുന്ന ഞങ്ങൾക്ക് സ്വർഗം സ്വന്തമാക്കി അത് തന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് ക്ലേശചിന്തയിലും മൂഢതയിലും അന്ധതയിലും ഒക്കെ ജീവിച്ച ഞങ്ങളെ അങ്ങ് സ്വന്തമാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ശത്രുക്കളായ അതിക്രമങ്ങൾ നിമിത്തം മരിച്ച് ആത്മീയമായി മരിച്ച ഞങ്ങളെ അങ്ങ് തെരഞ്ഞെടുത്തതിനാൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ അവകാശികളും. അപ്രകാരം ഞങ്ങൾക്ക് മഹാഭാഗ്യ പദവി ഞങ്ങളെ ഹെയർസ് ഓഫ് ഗോഡ് ആക്കി തീർത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പൗരത്വം തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇനി ഒരിക്കലും സ്വർഗീയ പിതാവിനോട് പിരിയാതെ നിത്യതയിൽ എന്നേക്കും ദൈവത്തോട് അടുത്ത് വസിക്കുവാൻ ഭാഗ്യം തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശിക്ഷാവിധി സമ്പൂർണമായി മാറ്റിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഏകയാകത്താൽ ഞങ്ങളെ നീതീകരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങളെയും ലംഘനങ്ങളെയും ആഴിയുടെ അഗാധതയിൽ തള്ളിയിട്ട് അവരുടെ അതിക്രമങ്ങളെ ഓർക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളെ അങ്ങ് അവിടുത്തെ ക്രൂശിലയാകത്താൽ എന്നേക്കുമായി വിശുദ്ധീകരിച്ചു, നീതീകരിച്ചു. അതിനാൽ സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ ശിക്ഷാവിധി മാറ്റിയതിനാൽ സ്തോത്രം ചെയ്തു. ശത്രുക്കളായ ഞങ്ങളെ മിത്രങ്ങളാക്കി തീർത്തതിനാൽ, സ്വന്തം മക്കളാക്കി തീർത്തതിനാൽ സ്തോത്രം. അഭാപിതാവേ എന്ന് വിളിക്കുന്ന ഭാഗ്യപതിവ് തന്നതിനാൽ സ്തോത്രം. അഭാപിതാവേ അങ്ങേക്ക് മഹത്വം. അഭാപിതാവേ അങ്ങേക്ക് മഹത്വം. അമ്മയെക്കാളും അധികമായും ഞങ്ങളെ സ്നേഹിക്കുന്ന അഭാപിതാവേ, മഹാസ്നേഹം ഞങ്ങളെ തേടി വന്നല്ലോ. സ്തോത്രം. ഞങ്ങൾക്ക് ശിക്ഷണം തന്നു, ശാപം തന്നും ക്ഷമിച്ചു. ക്ഷമയോട് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന സ്വർഗീയതാവിന് സ്തോത്രം. ഞങ്ങളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രം. വചനത്തിന്റെ പാതയിലൂടെ ഞങ്ങൾ നയിക്കുന്ന കർത്താവായ യേശുവേ അങ്ങേക്ക് നന്ദി. സ്തോത്രം യേശുവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. കർത്താവിന് എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും അർഹതപ്പെട്ട കുഞ്ഞാടിന് സ്തോത്രം. സിംഹാസനത്തിനും കുഞ്ഞാടിന് സ്തുതി, ആരാധനയും മഹത്വവും സ്തോത്രവും എല്ലാം യേശുവിന് മഹത്വം. കർത്താവിന് മഹത്വം. സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ. കർത്താവിന് സ്തോത്രം, കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുല്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ദൈവത്തിന് മഹത്വം. അവസാനമായി ജോയ് ബ്രദർ വായിച്ച വാക്യേതാ? റോമർ 5:9, ഓക്കെ, 9-10. മനസ്സിലായി. റോമാലേഖനം 5:9 തൊട്ട്. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. നാം ധ്യാനിക്കുന്നത് കൊളോസ്യർ 1:20-21 വാക്യങ്ങളാണ്. എപ്രകാരമാണ് യേശുക്രിസ്തു നമ്മെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തിയത്? അതിനോട് ബന്ധപ്പെട്ട മറ്റു വാക്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. റോമ 5:9 തൊട്ട്. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ, അതായത് യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം, നമ്മുടെ സ്വന്തം പ്രവൃത്തികളാലല്ല നാം നീതീകരിക്കപ്പെട്ടത്, യേശുവിൻ്റെ രക്തത്താലാണ്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത്. ഏതാണ് ഈ ക്രോധം? മനുഷ്യൻ്റെ ക്രോധമല്ല, ദൈവത്തിൻ്റെ ക്രോധം. ദൈവത്തിൻ്റെ ക്രോധം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. എന്നാൽ ഈ കർത്താവിനെ അനുസരിക്കണം. പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. എഫേസ്യർ 2:18-19 വരെ. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. അതിനാൽ അവനിലൂടെ, യേശുവിലൂടെ ഇരുകൂട്ടർക്കും, യഹൂദർക്കും വിജാതികൾക്കും, അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ക്രിസ്തുവിലൂടെ അല്ലാതെ ഇരുകൂട്ടർക്കും, യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ, ക്രിസ്തുവിനെ ഒഴിവാക്കി ആർക്കും പിതാവായ ദൈവത്തിലേക്ക് പ്രവേശനം കിട്ടില്ല. അവനിലൂടെ ഒരേ ആത്മാവിൽ, ഇത് പരിശുദ്ധാത്മാവാണ്, ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. അങ്ങനെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? താഴെ പറയുന്നു: ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഈ വിശാലമായ ദൈവഭവനം, പിതാവായ ദൈവത്തിൻ്റെ മക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൈവഭവനം, അതിലെ അംഗങ്ങളാണ് നാം. പണ്ട് അന്യരാണ്, പരദേശിയാണ്, ആത്മീയമായി മരിച്ചവരാണ്, ദൈവക്രോധത്തിൻ്റെ മക്കളാണ്, അനുസരണക്കേടിൻ്റെ മക്കളാണ്. ഇപ്പോൾ ആ പദവികൾ, ഇപ്പോൾ അങ്ങനെയുള്ള ശപിക്കപ്പെട്ട ടൈറ്റിലുകളെല്ലാം മാറി. ഇപ്പോൾ നമ്മൾ രാജകീയ പുരോഹിതരാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്.
ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? യേശു തൻ്റെ സ്വന്തം രക്തം ചിന്തി. ആ ഒറ്റ കാരണത്താലാണ് നമുക്ക് പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുവാൻ സാധിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 6:9 തൊട്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പല തിന്മകളും ചെയ്തിട്ടുണ്ട്. കൊളോസ്യർ 1:21 നാം ധ്യാനിക്കുന്നത്. അവിടെ പറയുന്നത്, ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. കൊളോസ്യ സഭയിലെ വിശ്വാസികളുടെ മുൻകാല അവസ്ഥ ഇതായിരുന്നു. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. ഇനി കൊരിന്ത്യ സഭയിലെ വിശ്വാസികളുടെ അവസ്ഥ, അവർ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? 1 കൊരിന്ത്യർ 6:9 തൊട്ട്. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. തദ്ഫലമായി നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമായി. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതായത് പിതാവായ ദൈവത്തോട് ക്രിസ്തു വഴി രമ്യതപ്പെട്ടവർക്ക് മഹാഭാഗ്യപദവികൾ ദൈവം നൽകുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. സ്വർഗീയ പിതാവിൻ്റെ സ്വന്തം മക്കളാണ്. ദൈവത്തിൻ്റെ അവകാശികളാണ്. അതുകൊണ്ട് ദൈവമക്കൾക്ക് യോഗ്യമായ രീതിയിൽ തന്നെ ജീവിക്കണം. റോമാലേഖനം 5 എസക്കിയേൽ 14:5 വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്നകന്നു പോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത്. ഒരു പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം മോശ വഴി 10 കൽപ്പന കൊടുത്തു. രണ്ടാമത്തെ കൽപ്പനയാണ് പ്രതിമയെ ഉണ്ടാക്കരുത്, വണങ്ങരുത്, ആരാധിക്കരുത്. പക്ഷേ ആ കൽപ്പന തന്നെ എത്രയോ തവണയാണ് ഇസ്രായേൽ മക്കൾ ലംഘിച്ചത്. പ്രതിമകളെ ഉണ്ടാക്കി, അതിനെ വണങ്ങി, അതിനെ ആരാധിച്ചു. ഇന്നും ചിലർ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുകയും പ്രതിമകളെ ഉണ്ടാക്കി വണങ്ങി, ഇതൊന്നും കുഴപ്പമില്ല, ആരാധിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് പ്രകോപനപരമായ രീതിയിൽ പോകുന്നുണ്ട്. അവരെ പഠിപ്പിക്കുന്നത് പ്രതിമയെ ആരാധിച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ, വണങ്ങിയാൽ അത് നല്ല കാര്യമാണ്, നമുക്ക് ദൈവത്തോട് അടുക്കണമെങ്കിൽ പ്രതിമാവണക്കം വേണമെന്നാണ് പഠിപ്പിക്കുന്നത്. കാരണം യേശുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ഒരു പ്രതിമ നോക്കിയാൽ നമുക്ക് യേശുവിനെക്കുറിച്ച് പെട്ടെന്ന് നല്ല ചിന്തകൾ വരും. അതുപോലെ വിശുദ്ധരുടെ നല്ല പ്രവൃത്തികൾ ഓർക്കണമെങ്കിൽ അവരുടെ പ്രതിമ നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ പ്രതിമാവണക്കം കൊണ്ട് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളെക്കുറിച്ചാണ് അവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ തിരുവചനം പറയുന്നത് പ്രതിമാവണക്കവും പാടില്ല, ആരാധനയും പാടില്ല. പ്രതിമകളെ വണങ്ങുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ പ്രതിമയായിക്കൊള്ളട്ടെ, മറിയത്തിൻ്റെതെന്ന് പറയുന്ന സ്വരൂപമായിക്കൊള്ളട്ടെ, ഇതിനെ വണങ്ങുന്ന ഒരു വ്യക്തി വാസ്തവത്തിൽ ദൈവത്തോട് അടുക്കുകയല്ല, അകന്നു പോവുകയാണ് ചെയ്യുന്നത്. വണക്കം നിമിത്തം, പ്രതിമാ വണക്കം നിമിത്തം ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റുമെന്നുള്ളത് വചനവിരുദ്ധവും പൈശാചികവുമായ ചിന്തയാണ്. ഇസ്രായേൽ മക്കളെക്കുറിച്ച് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എസക്കിയേൽ 14:5 വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്ന് അകന്നു പോയ, വിഗ്രഹങ്ങൾ നിമിത്തം, അതിനെ വണങ്ങിയാലും ശരി ആരാധിച്ചാലും ശരി, അതിനുണ്ടാക്കാനേ പാടില്ല. ഇസ്രായേൽ മക്കൾ 3 പ്രമാണങ്ങളും 2-ാം കൽപ്പനയിൽ 3 കാര്യങ്ങളാണ് വിലക്കിയിരിക്കുന്നത്. പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല, വണങ്ങാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങളും ഇസ്രായേൽ മക്കൾ ലംഘിച്ചവരാണ്. തന്നിമത്തം എന്താ ഉണ്ടായത്? അവർക്ക് ദൈവത്തോട് അടുക്കാനല്ല പറ്റിയത്. പിന്നെയോ വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്ന് അകന്നു പോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത്. ദൈവം കരുണയുള്ളവനാണ്. ഈ രീതിയിൽ ദൈവത്തിന് പ്രകോപനം വരുത്തിയിട്ടും അവരെ നശിക്കുവാനല്ല, അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ തന്നെ ദൈവം പ്രവാചകന്മാരെ അയച്ചു.
ഇതുപോലെ അതിക്രമങ്ങളും പാപങ്ങളും നിമിത്തം ആത്മീയമായി മരിച്ച നമ്മൾ, ദൈവത്തിൻ്റെ ശത്രുക്കളായി ജഡമോഹങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മൾ അങ്ങനെ നശിച്ചു പോയിക്കോട്ടെ. അങ്ങനെയല്ല സ്നേഹവാനായ ദൈവം തീരുമാനിച്ചത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ രക്ഷിക്കുവാൻ പിതാവായ ദൈവം സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ പാപികളായ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഇസ്രായേൽ ജനത്തോടും ദൈവം അത് തന്നെ കാണിച്ചു. വിഗ്രഹങ്ങൾ നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ തന്നെ ദൈവത്തിലേക്ക് അടുക്കുവാൻ ദൈവം പ്രവാചകന്മാരിലൂടെ തൻ്റെ അരുളപ്പാടുകൾ നൽകുകയാണ്. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനം 1:21. കൊളോസ്യ 1:21. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. കൊളോസ്യയിലെ വിശ്വാസികളുടെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും. പക്ഷെ ദൈവത്തിന് കരുണ തോന്നി. ഇവരിങ്ങനെ അകന്ന് ജീവിച്ചാൽ പോരാ, ഇവരെ എൻ്റെ മക്കളാക്കണം. അവർ സുവിശേഷം കേട്ടു, ദൈവമക്കളായി മാറുകയും ചെയ്തു. നാം ശത്രുക്കൾ. റോമാലേഖനം 5:10 വായിക്കാം ജോയ് ബ്രദർ. റോമ 5:10. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. ഇനി യാക്കോബിന്റെ ലേഖനം 4-4 എന്താ പറയുന്നത്? വിശ്വസ്തത പുലർത്താത്തവരെ. ഇത് വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്, അനുസരണം കെട്ട വിശ്വാസികൾ. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. യാക്കോബ് ഈ ലേഖനം എഴുതുന്നത് വിശ്വാസികൾക്കാണ്. ഇവർ ക്രിസ്തു മാർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു. അവർ മാത്രമല്ല, എല്ലാവരും. പുത്രനിലൂടെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടാത്ത സകലരും സ്വർഗീയ പിതാവിൻ്റെ ശത്രുക്കളാണ്. യാക്കോബ് ആർക്കാണോ ലേഖനം എഴുതുന്നത് അവരും പണ്ട് ശത്രുക്കളായിരുന്നു. എന്നാൽ അവർ സുവിശേഷം കേട്ടു, ദൈവമക്കളായി. ഇപ്പോൾ ദൈവസഭയിലെ വിശ്വാസികളാണ്. പക്ഷെ ഇവർ ദൈവത്തോട് രമ്യതപ്പെട്ടിട്ടും ഇവർ ആരെയാണ് സ്നേഹിക്കുന്നത്? ലോകത്തെ. അപ്പോൾ യാക്കോബ് പറയുകയാണ്, വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ. പണ്ട് ഇവരൊക്കെ ലോകത്തിൻ്റെ മിത്രമായി ദൈവത്തിൻ്റെ ശത്രുക്കളായി കഴിഞ്ഞവരാണ്. ക്രിസ്തു വഴി ഇവർ ദൈവത്തിൻ്റെ മക്കളും മിത്രങ്ങളും ഒക്കെയായി മാറിയതാണ്. ചർച്ചിനകത്ത് ഇരുന്നു കൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം. അവരോട് പറയുകയാണ്, വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. അതായത് ദൈവം സ്വന്തം പുത്രൻ വഴി എന്നെ പിതാവായ ദൈവത്തോട് നിരപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ വില മനസ്സിലാക്കാത്തൊരു വിശ്വാസിയാണ് വീണ്ടും ലോകത്തെ പണ്ട് ചെയ്തിരുന്നത് പോലെ സ്നേഹിക്കാൻ ആരംഭിക്കുന്നത്. ദൈവം എന്നെ പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തിയിരിക്കുന്നു. അതിന് പുത്രൻ വലിയ വില കൊടുത്തു, സ്വന്തം രക്തം. ഈ കാര്യങ്ങളൊക്കെ മറന്ന് ഇതാ ചർച്ചിൽ ഇരിക്കുന്നുവെങ്കിലും സ്നേഹിക്കുന്നത് ലോകത്തെ. അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല. റോമാലേഖനം 8:6 റോമാലേഖനം 8:6 ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പണ്ട് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സുമായി ദൈവത്തിൻ്റെ ശത്രുവായി കഴിഞ്ഞവരാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശത്രുവല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളായി കഴിഞ്ഞതിന് ശേഷം ജഡിക താല്പര്യങ്ങളിൽ മുഴുകുകയോ ലോകത്തിൻ്റെ സ്നേഹി ആകാനോ പാടില്ല. അങ്ങനെ ചെയ്താൽ ആദ്യത്തേതിനേക്കാളും കുറ്റകരമാണ്.
രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വെച്ച് ലോകത്തിൻ്റെ മിത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് ഇതൊന്നും പാപമാണെന്ന് അറിയുകയില്ല. എന്നാൽ സത്യം അറിഞ്ഞതിന് ശേഷം വീണ്ടും പഴയ വഴിയിലേക്ക് പോകുകയാണെങ്കിൽ അത് വലിയ ഗുരുതരമായ കാര്യമാണ് എന്നുള്ള കാര്യം മറക്കരുത്. 1 പത്രോസ് 1-14 തൊട്ട് 1 പത്രോസ് 1:14 തൊട്ട് മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക്. പത്രോസാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പണ്ട് ഇവർ വിശ്വാസികളായിരുന്നില്ല, അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അടിമപ്പെട്ട് ദൈവത്തിൻ്റെ ശത്രുക്കളായി കഴിഞ്ഞവരാണ്. പക്ഷേ ഇനി അങ്ങനെ നടക്കാൻ പാടില്ല. പിന്നെ എന്ത് വേണം? മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ഇതുപോലെ കൊളോസ്യ ലേഖനം 1:21 അതാണല്ലോ നമ്മൾ ധ്യാനിക്കുന്നത്. കൊളോസ്യ 1:21 മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ ഇവരെ കഴുകി ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് ശുദ്ധീകരിച്ച് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരാക്കി നിർമ്മലരാക്കി നിർത്തണം. ഇനി കൊളോസ്യ ലേഖനം കുറച്ചുകൂടി താഴോട്ട് പോയാൽ ദൈവമക്കൾ എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പണ്ട് ഇവർ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു, ഇപ്പോൾ മിത്രങ്ങളാണ്. ഇനി അവർ പഴയതിലേക്ക് പോകരുത്, ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കണം. 1 പത്രോസ് ജോയ് ബ്രദർ ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 1 പത്രോസ് 1:18 തൊട്ട് 19 വരെ. 1 പത്രോസ് 1:18-19 വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായവ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ജോയ് ബ്രദറോ സിസ്റ്റർക്കോ പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയും. സ്വർഗ്ഗപിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങൾ ഒരു ദിവസം ശത്രുക്കളായിരുന്നവരാണ്. കർത്താവിന്റെ ശരിക്കും കേൾക്കുന്നില്ല. സ്വർഗ്ഗപിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കും ദയയ്ക്കും മനസ്സരിവിനുമായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. കർത്താവെ, മുന്നേ ഞങ്ങൾ കർത്താവിന് ശത്രുക്കളായിരുന്നുവെങ്കിലും കർത്താവ് ഞങ്ങളെ അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ വിലക്കി വാങ്ങി ഞങ്ങൾക്ക് കർത്താവിന്റെ ആ കൃപാസനത്തിന് അടുത്ത് വരുവാൻ തക്കവണ്ണമുള്ള ദൈവമേ, ആ യോഗ്യത അവിടുന്ന് തന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ. കർത്താവെ, ഇനിയും കർത്താവെ അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ ഞങ്ങളും ഇനിയും നിർമ്മലീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോ ദിവസവും കർത്താവെ അവിടുത്തെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ അനുസരിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവിനോടുകൂടി അനുരൂപപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അവിടത്തേക്ക് നൽകുന്നു കർത്താവെ. കർത്താവെ, സഹോദരനെ കൂടുതലായിട്ട് ദൈവമേ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവെ. കർത്താവെ, ഞങ്ങൾക്ക് ഓരോ ദിവസവും പറഞ്ഞു തരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനങ്ങളെ ഞങ്ങൾക്ക് അറിയിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അവിടത്തേക്ക് നൽകുന്നു പിതാവേ, യേശു നാമത്തിൽ തന്നെ. സെബാസ്റ്റ്യൻ ബ്രദർ മ്യൂട്ടാണല്ലോ. ഹല്ലേലൂയ. പിതാവായ ആശീർവാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. കർത്താവേ. കർത്താവ്